ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോക്കാം ഈ ടേസ്റ്റി ആൻഡ് ഈസി കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന്. കറി തയ്യാറാക്കാൻ ആവശ്യമായി ഞാനിവിടെ 1/2 കപ്പ് കടല വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തിയെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായി കഴുകിയെടുത്താണ്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടലയുടെ കൂടെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, സവാളയൊന്നും വഴറ്റി ചേർക്കുന്നില്ല. ഡയറക്റ്റ് അങ്ങനെ തന്നെ കടലയുടെ കൂടെ ചേർക്കുകയാണ്. ഒരു ചെറിയ കിഴങ്ങിൻ്റെ പകുതി ഭാഗത്തോളം ചെറുതായി അരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി കടലയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ ടേസ്റ്റുള്ള കടലക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടല വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടല എടുത്ത അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഞാനൊരു 3 കപ്പ് വെള്ളം ചേർത്ത് നോക്കി. അപ്പോൾ കുറച്ച് കുറവുള്ളതുപോലെ തോന്നി. കാരണം കടല വേകുന്നതിന് ഒരുപാട് സമയം ആവശ്യമുണ്ട്. അപ്പോഴേക്കും വെള്ളം വറ്റി പോകാതിരിക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കി പൊടികളൊക്കെ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 10 വിസിൽ വരെ അടുപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ 10 വിസിലാണ് അടുപ്പിക്കുന്നത്. കാരണം എൻ്റെ കുക്കറിൽ പെട്ടെന്ന് വേവില്ല. അത് കാരണം കടലയൊക്കെ വേണമെങ്കിൽ 10 വിസിലെങ്കിലും വേണം. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ക്വാളിറ്റിയും കടലയുടെ എമൗണ്ടൊക്കെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടല വേവുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ നമ്മൾ കടലയൊക്കെ എടുത്ത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. എന്നാൽ ഇപ്പോൾ കടലയും കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഈ കടലയുടെ കൂടെ വെന്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് അതെല്ലാം കൂടി മിക്സായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. ഈ സമയത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിൻ്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ അതിലേക്ക് കറിയിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര കൂടി ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓണാക്കരുത്. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ആ ചൂടുള്ള എണ്ണയിലേക്ക് മാത്രം ഇട്ട് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ചൂടാക്കിയ പൊടികളെല്ലാം കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയിൽ ആവശ്യമായ വെള്ളമുണ്ട്. ഇപ്പോൾ പൊടിയൊന്നും വെള്ളത്തിൽ കലക്കി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി തേങ്ങ കൂടി ചേർത്ത് കഴിയുമ്പോൾ കറിയുടെ ചാറിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചു വെച്ച തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ അരച്ചപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇനി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമെല്ലാം കറക്റ്റായിരുന്നു. ഇനി വെള്ളം കൂടുതലൊന്നും ചേർക്കണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്ത പൊടിയും തേങ്ങയും എല്ലാം കൂടി മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇളക്കുന്ന സമയത്ത് സവാളയും കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് കൂടുതൽ കൊഴുപ്പ് കിട്ടും. കിഴങ്ങിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കറിയിലേക്ക് ചേരുകയും ചെയ്യും. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി നോക്കി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം.
ഇനി തേങ്ങ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പാത്രപാകത്തിനായിട്ട് ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാനിന്നിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണല്ലോ നമ്മുടെ കടലക്കറി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.